അന്താരാഷ്ട്ര കേരള ചലച്ചിത്രോത്സവത്തെ ഓരോ വർഷവും വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ പുതുമകളാണ് എന്നാണ് നടൻ രാജേഷ് ശർമ്മ പറയുന്നത്. ആദ്യം നമ്മൾക്ക് അന്താരാഷ്ട്ര കേരള ചലച്ചിത്രോത്സവ വാർത്തകളിൽ നടൻ രാജേഷ് ശർമ്മയ്ക്ക് ഈ മേളയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് കണ്ടു നോക്കാം. അടൂർ ഗോപാലകൃഷ്ണൻ ചെയർമാനായി വന്നപ്പോഴാണ് സിനിമകൾക്ക് എന്താ പറയുന്നത്, അതിന് ഭയങ്കര വേറൊരു രീതിയിൽ സമയക്ലിപ്തതയും അങ്ങനെയൊക്കെ ഒരുപാട് അങ്ങനെ ഓരോ ചെയർമാന്മാരും പിന്നീട് ആദ്യമൊക്കെ തുടങ്ങുമായിരുന്നു. പിന്നെ സിനിമ കാറ്റഗറികൾ വന്നു, വിപുലമായി. അതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ കണ്ട് അനുഭവിച്ച് പോകാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്. സാർ, ഇപ്പം IFFKയിൽ വന്നിട്ട് ഇത് എത്രാമത്തെ IFFK ആണ്? ഇപ്പോൾ ഇത് 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയാണ്. അപ്പോൾ ഇത് സാറിൻ്റെ എത്രാമത്തെ IFFK ആണ്? എൻ്റേത് ഞാൻ മിസ്സായി പോയിട്ടുള്ളതെന്ന് ഒരു 5 IFFK എങ്കിലും എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ IFFKയിലും സജീവമായിട്ട് ഉണ്ടായിരുന്നു. ഒരു അഞ്ചെട്ടെണ്ണം എന്തായാലും പോയിട്ടുണ്ട് കേട്ടോ. സിനിമയും കഴിഞ്ഞ വർഷവും ഒരു ദിവസമേ വരാൻ പറ്റുള്ളൂ. എല്ലാ വർഷവും ഡെലിഗേറ്റ് പാസ് എടുക്കുന്നുണ്ട്. ഒരുപാട് വർഷങ്ങളായി തുടർച്ചയായിട്ട് വരുന്ന സാറിൻ്റെ അടുത്തൊരു ചോദ്യം കൂടെ. അപ്പം എന്തൊക്കെ മാറ്റങ്ങളാണോ ഓരോരു വർഷം വരുമ്പോൾ ഓരോരോ മാറ്റങ്ങളാണോ ചെയർമാൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ IFFKയിൽ ഉണ്ടാകുന്നത്? ഇപ്പോൾ പ്രാവശ്യത്തെ അല്ലെങ്കിൽ ഈ പ്രാവശ്യത്തെയുള്ള IFFKൻ്റെ മാറ്റം അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള IFFKൻ്റെ മാറ്റങ്ങളും കൂടെ ഒന്ന് പറഞ്ഞുതരാമോ? ഞാൻ പറഞ്ഞല്ലോ, ഒരു അടൂർ സാർ അതിനു മുമ്പ് നമ്മൾ തുടങ്ങുകയായിരുന്നു. തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു രണ്ടാമത്തെ വർഷം 3 വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫെസ്റ്റിവലായിരുന്നു. അതിനു മുമ്പ് നമുക്ക് ഈ അന്തർദേശീയ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗോവയിലേക്ക് ഗോവയിൽ സ്ഥിരമാക്കിയ അതും അതിനേക്കാളും വലിയ സജീവമായിരുന്ന ഒരു ഫെസ്റ്റിവലാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ലോകം മുഴുവനും ശ്രദ്ധിക്കുന്ന ഫെസ്റ്റിവലാണ്. ഓരോ ചെയർമാന്മാർക്കും അവർ ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് IFFK ലോകത്തിലെ ഫെസ്റ്റിവലുകൾ വ്യത്യസ്തമായൊരു വ്യക്തിത്വം തന്നെ നമുക്കുണ്ട്. മറ്റേതെങ്കിലും തരത്തിൽ അനുകരിക്കുന്നതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഓരോ ചെയർമാന്മാരും, കാരണം ഇതങ്ങനെ വെറുതെ വിട്ടുകളയാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ വർഷങ്ങളിലെയും അവസാനം നമ്മൾ ആ വർഷത്തെ ഉപേക്ഷിക്കുന്നത് IFFK ആഘോഷിച്ചുകൊണ്ടാണ്. ഡിസംബർ അതെ, ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഫെസ്റ്റിവൽ ആശംസകൾ എല്ലാവർക്കും. ഓക്കെ.